ഇനിയിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, മുഖ്യമന്ത്രി ചാൻസലറായ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കോടികളുടെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വൈസ് ചാൻസലർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് നടത്തുന്ന ഗ്രഫീൻ അറോറ എന്നുള്ള പദ്ധതി, ആ പദ്ധതിയുടെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുകയാണ്, ഫ്ലോട്ട് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ഇതിൻ്റെ കരാറെടുക്കുന്നതിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞ് ഉണ്ടാക്കിയ ആ കമ്പനിക്ക് കരാർ കൊടുക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യുകയാണ്. വൈസ് ചാൻസലറുടെ റിപ്പോർട്ടാണ്. അധ്യാപകർ സ്വന്തമായി കമ്പനി ഉണ്ടാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നതാണ്. കോടികളുടെ അഴിമതിയാണ്. ആ സ്ഥലം മുഴുവനും ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയാണ് കുറേ ആളുകൾ അടക്കം. അവർക്കെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ കമ്പനി ഇപ്പോൾ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിക്കാണ്, ഇന്ത്യ ഗ്രഫിൻസ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഉത്തരവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ്. ആ കമ്പനിയിൽ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. വെറുതെ ഒന്നും കൊടുത്തതല്ല, ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കമ്പനിയിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ പറയാനുള്ള നോക്ക്.